എപ്പിസോഡ് 38ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാന പാലസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്ന ആഹാന നാഗമായി മാറി അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ചങ്കിസ്ഥാനാണ് കാണിക്കുന്നത്. എരുൾ ഫാണിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഫാണിയോട് ആഹാനയെ കുറിച്ചും അനന്തകുലത്തിലെ നാഗറാണിയെ കുറിച്ചും ചോദിക്കുകയാണ്. ഫാണി ഒന്നും പറയാതെ ഇരിക്കുകയാണ്. ആ സമയം അവിടെ വരുന്ന എരുളിന്റെ ആള് മൗടി ഊതിയും കഴുത്തിൽ കയർ കുരുക്കുകയും ഫാണിയെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുകയാണ്. ഫാണിയെ വേദനിപ്പിച്ചാൽ ഫാണി എല്ലാ രഹസ്യവും പറയുമെന്ന് വിചാരിച്ചാണ് എരുൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഫാണി എരുളിനോട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്, മരിക്കേണ്ടി വന്നാലും ഞാൻ ഒന്നും പറയില്ല എന്ന് പറയുകയാണ്. ഈ സമയം നാഗക്ഷേത്രത്തിൽ പോകുന്ന എരുളിന്റെ ആള് എരുളിനെ വിളിക്കുകയാണ്. ഫാണിയുടെ കഴുത്തിൽ കെട്ടിയ കയറിന്റെ അവസാനം എരുളിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. അയാൾ എരുളിന് ആ ക്ഷേത്രത്തിലുള്ള ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ആഹാനയുടെ ഫോട്ടോയും ഉണ്ട്. ആഹാനയുടെ ഫോട്ടോ കണ്ട് എരുള് ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ഒരാൾ എരുളിനെ ഫോണിൽ വിളിച്ചിട്ട് ആഹാന പാലസിൽ ഇല്ല എന്ന് പറയുകയാണ്. ആഹാന പാലസിൽ ഇല്ലെങ്കിൽ എവിടെയായിരിക്കും പോയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഫാണി ആഹാനയല്ല, അനന്തപുരത്തിലെ നാഗറാണി എന്നാണ്. ഒരിക്കലും നിങ്ങളുടെ ഒരു ചോദ്യത്തിനുമുള്ള ഉത്തരവും കിട്ടില്ല എന്ന് പറയുകയാണ്. ശേഷം ഫാണിയെ ഉപദ്രവിക്കുകയാണ് എരുൾ. ഈ സമയം ആഹാന കാട്ടിന്റെ അകത്തുകൂടി പോവുകയാണ്. കയ്യിലിരിക്കുന്ന പേപ്പറിൽ നോക്കിയാണ് ആഹാന പോകുന്നത്. റൂട്ട് നോക്കി വന്നിട്ടും ക്ഷേത്രത്തിനെ കാണാത്തത് കൊണ്ട് ആഹാന ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവിടേക്ക് ഒരു പരുന്ത് വരുന്നു. പരുന്ത് ആഹാനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ആഹാന പകുതി നാഗമായി മാറി പരുന്തിനെ ഉപദ്രവിക്കുകയാണ്. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആഹാനയ്ക്ക് തൃശൂലം കിട്ടുന്നു. തൃശൂലം കാണുമ്പോൾ പരുന്ത് അവിടെ നിന്നും പോകുന്നു. ആ സമയം ആഹാനയ്ക്ക് ആ ക്ഷേത്രം കാണാൻ കഴിയുകയാണ്. മറുവശത്ത് എരുള് ഫാണിയോട് ആഹാനയാണ് അനന്തകുലത്തിലെ നാഗറാണി. അപ്പോൾ ആഹാനയ്ക്ക് നാഗമണിക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. ആദ്യം നാഗമണിക്ക് ഇരിക്കുന്ന ക്ഷേത്രം കണ്ടുപിടിച്ചത് സയന്റിസ്റ്റ് ആയ വിശാൽ പൂരി ആയിരുന്നു. വിശാൽ പൂരി ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട റൂട്ട് ഒരു പേപ്പറിൽ വരച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പറാണ് ആഹാന എടുത്തുകൊണ്ട് പോയത്. അനന്തകുലത്തിലെ നാഗറാണിക്ക് മാത്രമേ ആ ക്ഷേത്രം കാണാനും ആ ക്ഷേത്രം തുറക്കാനും കഴിയുകയുള്ളൂ. നാഗമാണിക്യത്തെ പൂജ ചെയ്യുന്ന ക്ഷേത്രം മനുഷ്യന്റെ കണ്ണിൽ കാണാൻ കഴിയില്ല. അവിടെ ഒരാളുണ്ട്, എനിക്ക് വേണ്ടി നാഗമാണിക്യം എടുക്കാൻ പോയതാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുകയാണ് എരുൾ. അത് കേട്ട് അത് ആരായിരിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് ഫാണി. മറുവശത്ത് ആഹാന ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറുന്ന ആഹാനയ്ക്ക് സ്വപ്നത്തിൽ കണ്ടതെല്ലാം ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർമ്മ വരുന്ന ആഹാന ആ വഴിയിലൂടെ എല്ലാം പോവുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ പ്രതിമ നിൽക്കുന്നത് ആഹാന കാണുന്നു. ആ പ്രതിമയുടെ ചുറ്റും കുറെ നാഗങ്ങളുടെ ശക്തികൾ കറങ്ങുകയാണ്. ആ സ്ത്രീയുടെ കയ്യിൽ നാഗമണിക്ക് ഇരിക്കുകയാണ്. അത് കാണുന്ന ആഹാന ആ പ്രതിമയുടെ അടുത്ത് പോവുകയും ആ പ്രതിമയുടെ കയ്യിൽ നിന്ന് നാഗമണിക്ക് എടുക്കുകയും ചെയ്യുകയാണ്. ആ സമയം പ്രകൃതിയിൽ മാറ്റങ്ങൾ വരികയാണ്. ആഹാന നാഗമണിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആഹാനയുടെ ഡ്രസ്സിലെ ഓർണമെന്റ്സ് ആ പ്രതിമയിൽ കുടുങ്ങുകയാണ്. ആഹാന ആ കുരുക്കം എടുക്കുമ്പോൾ ആ പ്രതിമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ആഹാന കാണുന്നു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള കണ്ണുനീരാണ് അതെന്ന് ആഹാനയ്ക്ക് മനസ്സിലാവുകയാണ്. ഈ സമയം മറുവശത്ത് ആര്യമ്മൻ എഴുന്നേൽക്കുകയാണ്. ആഹാനെ കാണാത്തത് കൊണ്ട് ആര്യമ്മൻ ആഹാനെ അന്വേഷിച്ച് നടക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പർമീത്തിനോടും എല്ലാവരോടുമായി ആരെങ്കിലും ആഹാനെ കണ്ടോ, രാവിലെ മുതൽ ആഹാനെ കാണാനില്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ഷോക്കിലിരിക്കുകയാണ് പർമീത്തും പർജീത്തും. ആര്യമ്മൻ ആഹാനെ ഫോണിൽ വിളിച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ആര്യമ്മൻ വിക്രമിനെ വിളിക്കുകയാണ്. വിക്രമിനും അറിയില്ല എന്ന് അറിയുന്ന ആര്യമ്മൻ രാധികയെ വിളിക്കുകയാണ്. രാധികയ്ക്കും അറിയില്ല എന്ന് പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കുന്ന ആര്യമ്മനോട് രാധിക പാലസിലേക്ക് ഉടൻ തന്നെ വരുമെന്ന് പറഞ്ഞ് കാളുകെട്ട് ചെയ്യുന്ന രാധിക പൂരവിനോട് ആഹാന പാലസിൽ ഇല്ലെങ്കിൽ വേറെ എവിടെയായിരിക്കും, ആഹാന എന്തോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് രാധിക. മറുവശത്ത് പർജീത്തും പർമീത്തും ആഹാനയെ കാണാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയം ആഹാനയും ഫാണിയും കൂടി പാലസിന്റെ അകത്ത് സീക്രട്ട് റൂമിൽ കെട്ടിയിട്ടിരുന്ന ധവാൻ കണ്ണു തുറക്കുകയും അവിടെ കിടക്കുന്ന ഒരു കത്തിയെടുത്ത് അയാൾ കയ്യിലെയും കാലിലെയും കെട്ടഴിച്ച് പുറത്തു വരികയാണ്. റൂമിന്റെ പുറത്തു വരുന്ന ധവാൻ പേടിച്ച് ഓടുന്നതിനിടയിൽ കാല് തട്ടി എല്ലാവരുടെ മുന്നിലേക്കുമാണ് പോയി വീഴുന്നത്. ധവാനെ കാണുന്ന എല്ലാവരും ധവാൻ ബന്ധുവായതുകൊണ്ട് ധവാനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ധവാൻ വയലന്റ് ആവുകയും ധവാൻ അവരോട് എന്നെ റൂമിന്റെ അകത്ത് പൂട്ടിയിട്ടിരുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. ധവാൻ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുന്ന പർമീത്ത് ഇയാൾ ഇന്ന് ഗുളിക കഴിച്ചില്ല എന്നാണ് തോന്നുന്നത് എന്ന് പർജീത്തിനോട് പറയുകയാണ്. ആഹാനയുടെ ഡാഡിയല്ലേ എന്ന് ആ സമയം അവിടെ വരുന്ന രാധിക ചോദിക്കുമ്പോൾ രാധികയുടെ കയ്യിലിരിക്കുന്ന ഫോണ് പിടിച്ച് വാങ്ങിയിട്ട് ധവാന്റെ മകളായ ആഹാനയെ വീഡിയോ കാളിൽ വിളിച്ച് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുന്ന പർമീത്ത് ധവാൻ സാറിന് വേറെ ഏതെങ്കിലും മകളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരേ ഒരു മകളെ ഉള്ളൂ, ഇവിടെയുള്ള എല്ലാവർക്കും വട്ടാണെന്ന് പറഞ്ഞിട്ട് ധവാൻ രാധികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഫോൺ രാധികയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അതെല്ലാം കാണുന്ന പർമീത്ത് ആര്യമ്മനോട് നിന്റെ വൈഫിന്റെ പുറകിൽ എന്തൊക്കെയോ സീക്രട്ട് ഉണ്ട്, അവളുടെ യഥാർത്ഥ പേരെന്താണെന്നോ അവൾ യഥാർത്ഥത്തിൽ ആരാണെന്നോ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആര്യമ്മൻ ആഹാന ഒരിക്കലും കള്ളം പറയില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ട്, അതെന്തെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ആര്യമ്മൻ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന രാകേഷ് ആഹാനയെ കുറിച്ച് ഇപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞാലോ, വേണ്ട, ചിലപ്പോൾ ഫാണി എന്നെ വാച്ച് ചെയ്യുകയാണെങ്കിൽ അവൾ എന്നെ കൊന്നുകളയും എന്നൊക്കെ
മനസ്സിൽ പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് രാകേഷ്. തുടർന്ന് ആര്യമ്മൻ അഹാനയെ അന്വേഷിച്ച് പോവുകയാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. ടീന അഹാന എവിടെയാണെങ്കിലും അഹാനയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുതെന്ന് മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ്. മറുവശത്ത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന അഹാന നേരം വെളുത്തു, ആര്യമ്മൻ എഴുന്നേറ്റ് കാണും, എന്നെ അന്വേഷിക്കും, ഫോണിൽ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അഹാന ആര്യമ്മനെ വിളിക്കാൻ തുടങ്ങുന്നതും രാധിക അഹാനയെ വിളിക്കുകയാണ്. കാൾ അറ്റൻഡ് ചെയ്യുന്ന അഹാനയോട് രാധിക അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് ഇപ്പോൾ അവിടേക്ക് പോയി കൂടുതൽ തെറ്റ് ചെയ്യരുതെന്നും രാധികയ്ക്ക് അഹാനയെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന അഹാന ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ലൊക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ രാധികയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. എന്നിട്ട് രാധിക പൂരവിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. രാധിക കാറിൽ കയറി പോകുന്നത് രാകേഷ് കാണുകയാണ്. രാധിക അഹാനയുടെ അടുത്തേക്കായിരിക്കും പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന രാകേഷ് രാധികയുടെ കാറിന്റെ പുറകെ പോവുകയാണ്. അടുത്ത സീനിൽ രാധിക അഹാന പറഞ്ഞു കൊടുത്ത ലൊക്കേഷനിൽ വരികയാണ്. അവിടെയൊന്നും അഹാന പറഞ്ഞ ക്ഷേത്രം കാണാത്തത് കൊണ്ട് രാധിക മുന്നോട്ട് നടക്കുകയാണ്. രാധിക കുറച്ചു ദൂരെ നടന്നു പോകുമ്പോൾ മായാക്ഷേത്രത്തിന്റെ അതിർത്തിയിൽ രാധിക കാല് വയ്ക്കുന്നതും രാധിക തെറിച്ചുപോയി വീഴുകയാണ്. ആ സമയം അവിടെ വരുന്ന അഹാന രാധികയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. രാധിക അഹാനയോട് ക്ഷേത്രത്തിൽ വന്നത് എന്തിനാണെന്നും ദേവാന്റെ മകളല്ല എങ്കിൽ പിന്നെ അഹാന ആരാണെന്നും ചോദിക്കുകയാണ്. ഞാൻ എല്ലാം പറയാം രാധിക, ആര്യമ്മനോടും എല്ലാം പറയണമായിരുന്നു, പക്ഷെ ഇനി അതിനൊരു അവസരം കിട്ടുമെന്ന് അറിയില്ല. ആര്യമിന്റെ ചുറ്റും ശത്രുക്കളാണ്, ആര്യമിന്റെ ഡാഡിയെ കൊന്നതും അവിടെയുള്ളവരാണ് എന്നൊക്കെ അഹാന പറയുന്നത് രാധിക അറിയാതെ രാധികയുടെ പുറകെ വന്ന രാകേഷ് കേൾക്കുകയാണ്. രാകേഷ് പർമീത്തിനെ ഫോണിൽ വിളിച്ചിട്ട് അഹാന എവിടെയാണെന്ന് അറിയാമെന്നും ലൊക്കേഷൻ അയക്കാമെന്നും പെട്ടെന്ന് വരാനും പറയുകയാണ്. തുടർന്ന് അഹാന രാധികയോട് ആര്യമിന്റെ ചുറ്റുമുള്ളവരെല്ലാം ചങ്കിസ്ഥാനികളാണെന്നും അഹാനയുടെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യം രാധികയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർ ഈ നാഗമാണിക്യത്തിന്റെ പുറകിലാണെന്നും പറയുകയാണ്. നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് രാധിക ചോദിക്കുമ്പോൾ അഹാന നാഗമാണിക്യത്തിന്റെ ശക്തിയിൽ ഗുപ്ത ക്ഷേത്രം രാധികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ക്ഷേത്രത്തിലുള്ള വഴി ഈ പേപ്പറിൽ നിന്നാണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്, എനിക്ക് മാത്രമേ ഈ ക്ഷേത്രം കാണാൻ കഴിയുകയുള്ളൂ, കാരണം ഞാൻ ഒരു നാഗകന്യകയാണെന്ന് പറഞ്ഞിട്ട് അഹാന എല്ലാ കാര്യങ്ങളും രാധികയോട് പറയുകയാണ്. പൂർവിയായി ജീവിച്ചതും പൂർവിയുടെ ഫാമിലിയെ കുറിച്ചും ആര്യമ്മനെ ആദ്യം കണ്ടത് മുതൽ ഇഷ്ടപ്പെട്ടത് വരെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് നാഗമാണിക്യം ശിവക്ഷേത്രത്തിൽ വയ്ക്കുന്നതിന് മുമ്പ് ഈ പേപ്പർ രാധിക ആര്യമ്മനെ ഏൽപ്പിക്കണം. ഈ ലെറ്റർ ആര്യമ്മന്റെ ഡാഡി ആര്യമ്മന് വേണ്ടി എഴുതിയതാണ്. ഈ ലെറ്റർ വായിക്കുമ്പോൾ ആര്യമ്മന് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന അഹാനയെ രാധിക കെട്ടിപ്പിടിക്കുകയാണ്. ഈ നാഗമാണിക്യം തിരിച്ച് ക്ഷേത്രത്തിൽ വയ്ക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ പറയുകയാണ് രാധിക. എന്റെ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷവും നീ എന്റെ കൂടെ നിൽക്കുകയാണോ എന്ന് അഹാന ചോദിക്കുകയാണ്. ഞാൻ നിന്റെ മനസ്സിലുള്ള ആര്യമ്മനോടുള്ള സ്നേഹമാണ് കാണുന്നത്, അല്ലാതെ നീ നാഗകന്യകയാണെന്ന് എന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ചങ്കിസ്ഥാനികൾ നിന്റെ കുടുംബത്തിനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരമാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്, അതിലൊരു തെറ്റുവുമില്ല. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും, നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എന്റെ കഥയിലെ ഒരു ഭാഗമാണ് നീ എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ രാധിക പറയുന്ന സമയം രാകേഷ് പർമീത്തിനെ വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറയുകയാണ്. അപ്പോൾ അഹാന രാകേഷിനെ കാണുന്നു. അഹാന കണ്ടു എന്ന് അറിയുന്ന രാകേഷ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അത് കാണുന്ന അഹാന രാധികയുടെ കയ്യിൽ നാഗമാണിക്യം കൊടുത്തിട്ട് ഈ നാഗമാണിക്യം ഒരിക്കലും ചങ്കിസ്ഥാനികളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല, നീ ഇത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് അഹാന അവിടെ നിന്നും പോവുകയാണ്. അഹാന പോകുന്നത് കാണുന്ന രാധിക നാഗമാണിക്യത്തിനെ നോക്കിയിട്ട് സ്വന്തം ശക്തി ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന നാഗറാണി, ഒരു പാഠം പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് രാധിക. മറുവശത്ത് അഹാന പകുതി നാഗമായി മാറി രാകേഷിനെ ഉപദ്രവിക്കുകയാണ്. രാകേഷ് അഹാനയോട് നിനക്ക് എന്നെ കൊല്ലാൻ കഴിയില്ല, നീ നിന്റെ ചേച്ചിക്ക് വാക്കു കൊടുത്തതാണെന്ന് പറയുകയാണ്. ഞാൻ കൊല്ലില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, ജീവച്ഛവമാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്റെ ചേച്ചിയെ നീ കൊന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ ചങ്കിസ്ഥാനികളെ ഇവിടേക്ക് വിളിച്ചതും നന്നായി, എല്ലാവരെയും ഒരുമിച്ച് കൊല്ലാമെന്ന് പറഞ്ഞ് അഹാന രാകേഷിനെ ഉപദ്രവിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് രാധിക കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പർമീത്തും പർജീത്തും കരണും അർജുനും വരികയാണ്. രാകേഷ് ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്ന അവരെല്ലാവരും രാകേഷിന്റെ അടുത്തേക്ക് പോയി രാകേഷിനെ വിളിക്കുകയാണ്. രാകേഷിന് ജീവനുണ്ടെന്ന് മനസ്സിലാവുകയാണ്. പർമീത്ത് രാകേഷിനെ എന്താണ് ചെയ്തതെന്ന് അഹാനയോട് ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന അഹാന നാഗമായി മാറി അവരെല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. ഇതെല്ലാം കാണുന്ന രാധിക പൂരവിനോട് ആര്യമ്മനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് മെസ്സേജ് ഇടുകയാണ്. എന്നിട്ട് ഗുപ്ത ക്ഷേത്രത്തിന്റെ പേപ്പേഴ്സ് എന്റെ കയ്യിലുണ്ട്, നാഗമാണിക്യവും എന്റെ കയ്യിലുണ്ട്, കുറച്ചു നേരം കഴിഞ്ഞാൽ ആര്യമ്മന് എന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ് രാധിക. ശേഷം ആര്യമ്മനെ വിളിച്ചുകൊണ്ട് പൂരവ് വരികയാണ്. അഹാന പർമീത്തിനെ കൊല്ലാൻ വേണ്ടി കല്ലെടുക്കുന്നതും അവിടെ വരുന്ന ആര്യമ്മൻ അത് കാണുകയാണ്. ആര്യമ്മനെ കാണുന്ന പർമീത്ത് ആര്യമ്മന്റെ അടുത്തേക്ക് പോവുകയാണ്. അഹാന ആര്യമ്മനോട് ഇവരാരും നല്ലവരല്ല എന്നും ഇവരെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നവരാണെന്നും പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ആര്യമ്മൻ ഷട്ടപ്പ് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് പറയുകയാണ്.
എന്നിട്ട് അഹാനയോട് തെറ്റ് ചെയ്തത് നീയാണ്, എന്റെ ഡാഡിയുടെ അടുത്ത് പോലും നീ ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആര്യമ്മൻ രാകേഷിന്റെ അടുത്തേക്ക് പോവുകയാണ്. രാകേഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അഹാനയാണെന്ന് കരൺ പറയുമ്പോൾ ആര്യമ്മൻ അഹാനയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. അഹാന പറയാൻ തുടങ്ങുമെങ്കിലും ആര്യമ്മൻ അഹാനയ്ക്ക് പറയാൻ ഒരു അവസരം കൊടുക്കുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, ഞാൻ നിന്നെ പറ്റി വിചാരിച്ചതെല്ലാം തെറ്റായിരുന്നു, നീ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അഹാനയെ നോക്കിയിട്ട് ആര്യമ്മൻ എല്ലാവരും അവിടെ നിന്നും പോവുകയാണ്. അഹാന ആര്യമ്മനെ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ്. ആര്യമ്മൻ അഹാനയെ വിശ്വസിക്കാത്തതിൽ തകർന്നു നിൽക്കുകയാണ് അഹാന. അഹാനയുടെ അടുത്ത് പോകുന്ന രാധികയെ കാണുന്ന അഹാന രാധികയോട് അഹാന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ആര്യമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയുകയാണ്. പ്ലീസ് രാധിക, അവരെല്ലാവരും ചങ്കിസ്ഥാനികളാണെന്നും അവരാണ് എന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയതെന്നും ആര്യമ്മനോട് പറയാൻ പറഞ്ഞ് കരയുകയാണ് അഹാന. അത് കാണുന്ന രാധിക, ഞാനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കാം, അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് രാധിക അഹാനയുടെ നെറ്റിൽ നാഗമാണിക്യം വയ്ക്കുകയാണ്. അപ്പോൾ അഹാനയുടെ ജീവിതത്തിൽ നടന്നതെല്ലാം മറക്കുകയാണ്. അഹാനയുടെ ശക്തിയെല്ലാം പോവുകയാണ്. അഹാന വേദന കൊണ്ട് അലറി വിളിച്ച് കരയുകയാണ്. അവസാനം അഹാന ബോധം കെട്ട് വീഴുന്നു. അഹാനയുടെ അടുത്ത് ഇരിക്കുന്ന രാധിക, എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ കഥ ഇവിടെ അവസാനിച്ചു, നീയും അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കൈ ഡ്രാഗന്റെ കൈ ആക്കിയിട്ട് അഹാനയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കുകയാണ്. അഹാന മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ട് രാധിക ഡ്രാഗണായി മാറി അഹാനയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പറന്നു പോവുകയാണ്. ശേഷം വാട്ടർഫാളിലേക്ക് അഹാനയെ ഇടുകയാണ്. അഹാന ഒഴുകി പോകുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് രാധികയുടെ രണ്ട് കൈകളിലായി നാഗമാണിക്യവും മുത്തുയിരിക്കുകയാണ്. നാഗമാണിക്യം ഇനി മുതൽ ഡ്രാഗന്റേതാണ്, ഭഗവാന്റെ വില കൂടിയ നാഗമാണിക്യം ഡ്രാഗന്റെ കൈകളിലാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അഹാന വെള്ളത്തിലൂടെ ഒഴുകി എങ്ങോട്ടോ പോവുകയാണ്. അഹാനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും അഹാന തിരിച്ചു വരുമോ എന്നറിയാനും അടുത്ത ആഴ്ച വരെ കാത്തിരിക്കണേ. താങ്ക്